ഇതിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടാൻ പോകുന്നത് തൃശൂർ ജില്ലയിലാണ്. ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. MS ലിഷോയ് നമുക്ക് അതിന്റെ വിവരങ്ങൾ നൽകും. ലിഷോയ്, ഇനിയിപ്പോൾ വാർത്ത ചെയ്യാൻ നാളെ പുറത്തിറങ്ങുമ്പോൾ പൊള്ളുമെന്നതിൽ സംശയമില്ല, അത്രമാത്രം ചൂടുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. നിലവിൽ എന്താ തൃശൂർ അവസ്ഥ എങ്ങനെയാ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തൃശ്ശൂരിൽ വലിയ ചൂട് തന്നെയാണ്. അതായത് 40 കടക്കും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ദിവസം 39.9 വരെയൊക്കെ തൃശ്ശൂരിൽ ചൂട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളാനിക്കരയിലാണ്. വെള്ളാനിക്കരയിൽ സർവകലാശാലയുടെ ഈ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ ആ ഒരു യന്ത്രങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആ റീഡിംഗ് എല്ലാം എടുക്കുന്ന ഒരു സ്ഥലത്താണ്. ഈ കാണുന്ന ഇതിനകത്താണ് ഇതിൻ്റെ കാലാവസ്ഥ, ഇപ്പോഴത്തെ ചൂട് എത്രയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്നത്. എന്നോടൊപ്പം ഈ കാലാവസ്ഥ വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ ബി അജിത് കുമാർ ഉണ്ട്. സാർ, എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചൂടിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? എത്രത്തോളം വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കാണ് ടെമ്പറേച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ 39.8 ആയിരുന്നു. അതിന് മുമ്പുള്ള ദിവസം 39.9 ആയിരുന്നു. അതിന് മുമ്പ് 39.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളിൽ നമ്മൾ ഡാറ്റ എടുത്ത് നോക്കിയാൽ തന്നെയും ഈ 39-ന് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ദിവസങ്ങൾ ഈ ഒരു കൊല്ലമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കഴിഞ്ഞ കൊല്ലവും ഈ ഒരു സമയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന സമയത്താണ് ഇപ്പോൾ 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഈ സമയത്ത് ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഒരു 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും മുകളിലേക്ക് ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൂടി വരുന്നത് വളരെ ഒരു ഹീറ്റ് കണ്ടീഷൻ കൂടുന്നൊരു കണ്ടീഷനാണ് കാണിക്കുന്നത്. ഈ 40 കടന്നത് 2019-ലാണ്. 2019 സെയിം ഡേയിലാണ് നമുക്ക് 40 ഇതേ ദിവസമായിരുന്നു, 26-ാം തീയതി ആയിരുന്നു 40.4 ഡിഗ്രി സെൽഷ്യസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അതിന് മുകളിലേക്ക് തൃശ്ശൂർ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ പാലക്കാടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിലും തൃശ്ശൂർ അങ്ങനെ കണ്ടിട്ടില്ല. തൃശ്ശൂർ ഇപ്പം വീണ്ടും കൂടിയിരിക്കുന്നത് 39.9 മിനിഞ്ഞാന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു നല്ലൊരു ഹീറ്റ് കണ്ടീഷൻ തന്നെ, ഹോട്ട് കണ്ടീഷൻ തന്നെ പറയേണ്ടതായിട്ട് 40 കടക്കുമെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു മുന്നറിയിപ്പ്. ഇപ്പോഴത്തെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 40-ലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചൊരു ക്ലൗഡി കണ്ടീഷനാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്നത്തെ 2:30-യുടെ ടെമ്പറേച്ചർ എടുത്തപ്പോൾ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടത്. അപ്പോൾ അത് കൂടാനായിട്ടുള്ള സാധ്യത ഇന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക്. 5:30-ക്ക് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റീഡിങ്. ഇത് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്താണ് ഈ റീഡിങ് എടുക്കുന്നതെന്ന് പറയുന്നത്, ഇതിനകത്താണ് ആ സംവിധാനങ്ങളാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം? ഇത് നമുക്കത് സ്റ്റീവൻസൺ സ്ക്രീൻ എന്ന് പറയും. ഇവിടെ 4 തെർമോമീറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് മാക്സിമം തെർമോമീറ്റർ, മിനിമം തെർമോമീറ്റർ, ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ്. ഈ മാക്സിമം തെർമോമീറ്ററിൽ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം ഈ മെർക്കുറി കോളം നിൽക്കുന്നത് എക്സാക്ട്ലി 38-ൽ നിൽക്കുന്നുണ്ടാവും. ഞാൻ പെട്ടെന്ന് ഇത് അടയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റീഡിങ് ഇതാവാൻ വരും, അതുകൊണ്ട് ഇത് അടയ്ക്കുകയാണ്. ഇപ്പോൾ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഇതിലുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ക്ലൗഡി കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു ഇന്ന് 38 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുക. പക്ഷേ ഒരു ഡ്രൈ കണ്ടീഷൻ, അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആർദ്രത രാവിലെ 90% വൈകുന്നേരം ആകുമ്പോൾ 24-25% പോകുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടൊരു ഡ്രൈ കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അതാണ് നമുക്ക് വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ആ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ നേരത്താണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളിലേക്ക് കിടക്കാൻ പോകുന്നത്. അത് ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കും എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ വിത്ത് ഭയങ്കര ലെസ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തൃശ്ശൂരിലെ കാലാവസ്ഥ വ്യതിയാനം, അതിനോടൊപ്പം തന്നെ താപനിലയുടെ ഒരു വ്യതിയാനവും അതിൻ്റെ ഒരു കണക്കും എല്ലാം തന്നെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ വിശദീകരിച്ചത്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ താപനിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കാട്ടുതീ ഉൾപ്പെടെ പല വനപ്രദേശങ്ങളിലും തൃശ്ശൂരിലെ ഉണ്ടായിട്ടുണ്ട്. ചേലക്കര ഭാഗത്തും അതിരപ്പള്ളി ഭാഗത്തും എല്ലാം തന്നെ കാട്ടുതീക്ക് സാധ്യത ഏറെ കൂടുതലുള്ള വനപ്രദേശങ്ങൾ ഉണ്ട്. വളരെ കരിഞ്ഞുണങ്ങിയ നിലയിലാണ് അവിടുത്തെ എല്ലാം തന്നെ വനമേഖല ഉള്ളത് നിലവിൽ. എന്തായാലും അതിലെല്ലാം തന്നെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ ഈ തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിനും വലിയ തോതിൽ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ ചൂടുണ്ടാകുന്ന സമയങ്ങളിൽ
കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ, അതായത് എല്ലാ വേനൽക്കാലത്തും നമുക്ക് ഈ ചൂടുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വരാറുണ്ട്, എല്ലാ വേനൽക്കാലത്തും അത് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു 1.5 നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് കാണുന്ന ചൂടാണ് ലോകം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് ചൂടാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഈ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും അങ്ങനെ പാലിക്കാനുള്ള സാധ്യതയില്ല. ഈ പറയുന്ന അളവുകളൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ആളുകൾ അതിനെ ആ തരത്തിൽ ബോധമുണ്ടാവുകയും ആ തരത്തിലൊന്നും അതിനോട് പ്രതികരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്? അതായത് ഇന്നിപ്പോൾ അവിടെ മേഘാവൃതമായ അന്തരീക്ഷം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതായത് ആളുകൾ അതിനെ എങ്ങനെയാണ് ഈ മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടത്, എന്താണ് അവർ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമോ? അതായത് ഇന്നിപ്പോൾ കുറച്ച് സമയം വരെ നല്ല വെയിലുള്ള അന്തരീക്ഷമായിരുന്നു. ഇപ്പോൾ അല്പം മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ്. ഒരുപക്ഷെ വൈകുന്നേരങ്ങൾ കൂടുതൽ മേഘാവൃതമായ ഒരു അന്തരീക്ഷമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിൽ ഇന്ന് ചിലപ്പോൾ ചൂട് കൂടാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ചൂട് ഇത്രത്തോളം വ്യതിയാനം വരുമ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ സാധാരണ ആളുകൾ എടുക്കണമെന്നുള്ളത് ഒരു വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ട സംഗതികൾ. ഇപ്പം നമ്മൾ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളം ഇറിഗേഷൻ, അതായത് ഇറിഗേഷൻ ആവശ്യത്തിനനുസരിച്ചുള്ള ഇറിഗേഷൻ എല്ലാ ചെടികൾക്കും കൊടുക്കാനായിട്ട്, അതായത് ഫ്ലഡഡ് ഇറിഗേഷനിൽ നിന്നൊക്കെ മാറിയിട്ട് ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജസിലേക്ക് മാത്രം വെള്ളം കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എല്ലാ കർഷക സുഹൃത്തുക്കളോടും പറയുകയാണ്. പിന്നെ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ അങ്ങനെയുള്ള മാതൃകകൾ ഉപയോഗിക്കുക എന്നുള്ളതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എന്താണ്? ജോലി ചെയ്യുന്ന ആളുകൾ കഴിയുന്നതും 11 മണി മുതൽ 3 മണി വരെ വെയിലത്ത് ഇറങ്ങി നടക്കരുതെന്നും അവർ കഴിയുന്നത് അവരുടെ ജോലി തണലുള്ള ഏരിയയിലേക്ക് നിൽക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന എല്ലാവരും കൂടി നൽകുകയാണ്. കാരണം ഒരു ഡിസ്കംഫർട്ട് സോണാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ടെമ്പറേച്ചറും ലോ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ദ ഹെൽത്ത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതാണ്. ഏത് ദിവസം വരെ അല്ലെങ്കിൽ എത്രത്തോളം ഈ മാസമാണ്, അടുത്ത മാസം എത്രത്തോളം ദിവസങ്ങളിൽ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്? സാധാരണ ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഒരു കൺവെക്റ്റീവ് പ്രെസിപ്പിറ്റേഷനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മർ റെയിൻസിനുള്ളൊരു സാധ്യത കാണും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ചൂട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ചെറിയൊരു മഴ കിട്ടാനുള്ള സാധ്യത കാണുന്നു എനിക്ക്. അപ്പോൾ അത് നമുക്കൊരു ആശ്വാസമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ചില സ്ഥലങ്ങളിൽ മഴ പെയ്തിരുന്നു, പക്ഷെ അപ്പോഴും ഈ ചൂടിൻ്റെ ഒരു മാറ്റം വലിയ തോതിൽ കാണുന്നില്ല. ആ 2 ദിവസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൂടൊന്ന് കുറയുകയുണ്ടായിരുന്നു. പക്ഷേ കൺവെക്റ്റീവ് പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടായിരുന്നു വരുന്നത്. അതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നല്ല മഴ പെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ വരേണ്ട ഒരു കാലാവസ്ഥ പോലെയാണ് കാണാറ്. അപ്പോൾ അത് കാരണം എന്തിരുന്നാലും കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷനെ അല്ല ഡിപ്പെൻഡ് ചെയ്യണത്. നമ്മളിപ്പോൾ 11 മണി തൊട്ട് 3 മണി വരെ ആരായാലും പുറത്തിറങ്ങാതിരിക്കാൻ നോക്കുക. UV റേഡിയേഷൻ്റെ എമിഷൻസ് കൂടുതലാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. എന്തൊക്കെ ഇതിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വെയിലല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഈ ചില വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ കൂടുതലും ഈ റോഡ് പണി അങ്ങനെയുള്ള ഒരുപാട് സമയങ്ങളിലൊക്കെ ഈ സമയം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തൊക്കെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ? ഈ റേസൊക്കെ വരുന്നതിന് അതിലെന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വരാനുള്ള ഒരു കാര്യങ്ങൾ? നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സൺസ്ട്രോക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ സൺസ്ട്രോക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൺസ്ട്രോക്സ് ഉണ്ടാവാതിരിക്കാൻ എല്ലാം ശ്രദ്ധിക്കണം. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മെയിൻ ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് അത്ര അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വരികയാണെങ്കിൽ തന്നെയും വെള്ളത്തിൻ്റെ കുപ്പി എപ്പോഴും കയ്യിൽ വയ്ക്കുക, വെള്ളം കുടിക്കുക. ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള. കഴിയുന്നതും ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഏത് രീതിക്കാണ് ശരീരത്തിൽ ഈ സൺസ്ട്രോക്സ് ഒക്കെ പ്രതിരോധിക്കാനായിട്ട് നമുക്കുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, ഞാനൊരു കൃഷി ശാസ്ത്രജ്ഞനാണ്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ഒരു ഡോക്ടറോട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, കഴിയുന്നതും പുറത്തേക്ക് തണലത്ത് വർക്ക് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സംഗതി. ഇനിയിപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും ചൂട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് എൻ്റെ ഒരു നിഗമനമാണ്. യൂഷ്വലി സമ്മർ അത്രയും നല്ല ടെമ്പറേച്ചേഴ്സ് കൂടുന്ന സമയത്ത് ഒരു കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. അത് പ്രക്രിയ നടക്കേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെ നടന്നില്ലെങ്കിലും തൃശ്ശൂരുള്ള മിക്ക സ്ഥലങ്ങളിലും പെയ്യാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. ഈ വെള്ളാനിക്കരയിലത്തെ മാത്രമാണോ അതോ തൃശ്ശൂരിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ഇങ്ങനെ ചൂട്? എല്ലായിടത്തും ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലും ഫാമേഴ്സ് അവയർനെസ് പ്രോഗ്രാം നടത്തിയിരുന്നു. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു വരണ്ട കാലാവസ്ഥ
തന്നെയാണ് നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മിക്ക സ്ഥലങ്ങളും വരണ്ട കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ കർഷകർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പീച്ചി, നമ്മുടെ ഇവിടെ തന്നെ പീച്ചി കനാലിനെ ആശ്രയിച്ചിട്ടാണ് കർഷകരൊക്കെ നിൽക്കുന്നത്. അതും അവർ അതാത് സമയങ്ങളിൽ വെള്ളം വിടുന്നത് കൊണ്ട് കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട്. അതൊക്കെ കർഷകർക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജുഡീഷ്യസ് യൂസ് ഓഫ് വാട്ടർ, അതാണ് നമ്മളിപ്പോൾ മെയിൻ നോക്കേണ്ടത്. തുള്ളി നന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് തീർച്ചയായും വെള്ളം നമ്മൾ അത്രത്തോളം സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം അത് കൃഷി ആവശ്യത്തിനായാലും മറ്റെന്ത് ആവശ്യത്തിനായാലും, കാരണം അത്രത്തോളം നമ്മുടെ ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങി. ഈ പീച്ചിയിലായാലും അതിനോടൊപ്പം തന്നെ മറ്റ് നമ്മളുടെ ഈ പുഴകളായാലും ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള പുഴകളായാലും എല്ലാ ജലസ്രോതസ്സുകളും ഇനി ഈ ഒരു ചൂട് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിൽ വറ്റി വരളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ തുള്ളി ജലവും അമൂല്യമാണ്. അത് സൂക്ഷിച്ചുപയോഗിക്കുക. അതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചൂട് കൂടുന്ന സമയത്ത് പരമാവധി പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെല്ലാവരും തന്നെ പറയുന്നത്.